റിപ്പോർട്ടർ ലൈവത്തോൺ തുടരുകയാണ്. ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ പിറന്നു വീണതുപോലെ ഒരു കുഞ്ഞിന്റെ മുഖം കണ്ട് സങ്കടപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ തലസ്ഥാനത്തേക്ക് പോകുന്നു. SAT ആശുപത്രിയിലേക്കാണ്. SAT ആശുപത്രിയിൽ എത്തുന്ന ഗർഭിണികൾക്ക് അവർക്ക് സ്കാനിങ്ങിനടക്കം അവിടെ സൗകര്യങ്ങളുണ്ടോ എന്നതാണ് നമ്മൾ അന്വേഷിച്ചത്. റോഷിപാൽ ചേരുന്നു SAT ആശുപത്രിയിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് റോഷിപാൽ. SAT ആശുപത്രി തലസ്ഥാനത്ത് ഏറ്റവും അധികം ആളുകൾ എത്തുന്ന, പ്രത്യേകിച്ചും പ്രസവ ചികിത്സയ്ക്കായി, അതായത് ഗർഭകാല ചികിത്സയ്ക്കായി ഏറ്റവും കൂടുതൽ പേർ എത്തുന്നത് അവിടേക്കാണ്. അവിടെ സ്കാനിങ്ങിനുള്ള സംവിധാനം എങ്ങനെയാണ്? നേരത്തെ തൈക്കാട് ആശുപത്രിയിൽ തുണ്ടെഴുതി കൊടുത്ത് പറഞ്ഞുവിടുന്ന അമ്പൂരിക്കാരെ കുറിച്ചും വെള്ളറടക്കാരെ കുറിച്ചുമൊക്കെയാണ് TV പ്രസാദ് പറഞ്ഞത്. SATയിൽ കാര്യങ്ങൾ എങ്ങനെയാണ്? സുജയ, കാര്യങ്ങൾ വ്യത്യസ്തമല്ല. തിരുവനന്തപുരത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗർഭിണികൾ ചികിത്സയ്ക്കെത്തുന്ന ആശുപത്രിയാണ്. ഞാൻ അതിൻ്റെ തൊട്ടു മുന്നിലാണുള്ളത്. ഈ ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഏറ്റവും പഴക്കം ചെന്ന ആശുപത്രികളിലൊന്ന്. ആ ആശുപത്രി ഇപ്പോഴും കൃത്യമായ സ്കാനിംഗ് സംവിധാനമില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇവിടെ എത്തുന്ന ഗർഭിണികൾ അല്ലെങ്കിൽ കുട്ടികളടക്കം അവർ സ്കാനിങ്ങിന് തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കണം. അവിടെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന, മറ്റു പല അപകടങ്ങളടക്കമുള്ള രോഗികൾ അവിടേക്ക് എത്തിച്ചേരുന്നു. അവിടെ ഒരു സ്കാനിങ്ങിന് പോയി കഴിഞ്ഞാൽ കൃത്യമായി ആ ദിവസം തന്നെ സ്കാൻ ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ഏറ്റവും ശ്രദ്ധേയമായത്, നേരത്തെ 2 സ്വകാര്യ സ്കാനിംഗ് സെന്റർ മാത്രമായിരുന്നു ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തുണ്ടായിരുന്നു. ഇപ്പോഴത് ഏതാണ്ട് 1 ഡസനോളം സ്കാനിംഗ് സെന്ററുകൾ, സ്വകാര്യ സ്കാനിംഗ് സെന്ററുകൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് SAT ആശുപത്രി പരിസരത്ത് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ എത്തുന്ന സാധാരണക്കായ രോഗികളൊക്കെ അവർക്ക് അടിയന്തര ചികിത്സയ്ക്കടക്കം അവർക്ക് ഈ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, SATയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സർക്കാരിൻ്റെ അധീനതയിൽ സ്കാനിംഗ് സംവിധാനമില്ല. നേരത്തെ ഏതാണ്ട് 2021 HDC ഇവിടെ സ്കാനിംഗ് മെഷീൻ അനുവദിച്ചതാണ്. പക്ഷെ അത് സ്ഥാപിക്കാൻ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ആശുപത്രിയിൽ റോഷി തന്നെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗർഭിണികൾ എത്തുന്ന SAT ആശുപത്രിയിൽ സ്കാനിംഗ് യന്ത്രമില്ല. തലസ്ഥാനത്താണ്, ആരോഗ്യവകുപ്പിന്റെ മൂക്കിന് താഴെയാണ്. സുജയ, അതിലൊരു സംശയവുമില്ല. കാരണം ഈ ആശുപത്രിയിൽ, SAT ആശുപത്രിയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗർഭചികിത്സയ്ക്ക് രോഗികൾ അല്ലെങ്കിൽ ഗർഭിണികൾ എത്തുന്നത്. അങ്ങനെ കുട്ടികൾ ഉൾപ്പെടെ, കുട്ടികൾക്കും ഗർഭിണികൾക്കും ഏറ്റവും മികച്ച ചികിത്സ നൽകേണ്ട ആശുപത്രികളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ SAT. ഈ ആശുപത്രിയിലാണ് സ്കാനിംഗ് യന്ത്രമില്ലാത്തത്. സ്കാനിംഗ് യന്ത്രം സ്ഥാപിക്കാൻ നേരത്തെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചെങ്കിലും ഇപ്പോഴും അത് കുരുക്കിക്കിടക്കുകയാണ്. അത് ചുവപ്പ് നാടയിൽ സ്ഥലമില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സ്കാനിംഗ് യന്ത്രങ്ങൾ സ്ഥാപിക്കാത്തത്. ഇവിടെ MRI സ്കാനിംഗ്, അൾട്രാസൗണ്ട് സ്കാനിംഗ് അടക്കമുള്ള 3 സ്കാനിംഗ് സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി 32 കോടി രൂപ അനുവദിക്കാൻ HDC തീരുമാനിച്ചെങ്കിലും ഇപ്പോഴും 2021 എടുത്ത തീരുമാനമാണ്. പക്ഷേ ഇപ്പോഴും ആ മെഷീൻ ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും സ്ഥാപിത താല്പര്യമുണ്ടോ എന്ന സംശയമടക്കം ഇവിടെ ഉയർന്നുണ്ട്. ഇവിടെ ഉള്ള രോഗികളിൽ നിന്ന് നമ്മൾ വിവരം, ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും പോരാട്ടം നടത്തുന്ന ചില സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഇവിടെയുണ്ട്. അവരിൽ നിന്നും നമുക്ക് ആദ്യം സുജയ വിവരം തേടേണ്ടതുണ്ട്. എന്താണ് ഇവിടെ സ്കാനിംഗ് യന്ത്രങ്ങൾ ഇല്ലാത്തത്? നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം പോരാട്ടം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ്. എന്തുകൊണ്ട് സ്കാനിംഗ് യന്ത്രം സ്ഥാപിക്കുന്നില്ല? എങ്ങനെയാണ് അതിനെ കാണുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു MRI സ്കാനിംഗ് മെഷീനുണ്ട്, 4 അൾട്രാ സൗണ്ട് സ്കാനിംഗ് മെഷീനുണ്ട്. അപ്പോൾ SATയിൽ സ്കാനിംഗ് മെഷീൻ ഇല്ല, സ്കാനിംഗ് യൂണിറ്റ് നിലവിലില്ല. ഇതെല്ലാം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വരണം. മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഒരു ദിവസം 5000-ഓളം പേഷ്യൻ്റ് OP കാഷ്വാലിറ്റി വരുന്നതാണ്. അതിൽ 500 പേർക്ക് എടുക്കണമെങ്കിൽ പോലും 6 മാസം സമയം കഴിഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പം ഇവിടെ വരുന്ന ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒരു സംവിധാനവും ഇല്ല. അവിടെ വരുമ്പോൾ 6 മാസത്തെ ഡേറ്റ് കൊടുക്കും. അവർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോകണം. ഒരു പക്ഷേ ഇവിടെ വരുന്നവർക്ക് പണം ഉണ്ടായിരിക്കില്ല. അവർ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്കാൻ എടുക്കേണ്ടവർ. അപ്പോൾ അവർക്കൊരു നിവൃത്തിയുമില്ല. അതുമാത്രവുമല്ല, മെഡിക്കൽ കോളേജിലെ സ്കാനിങ് കാലാവധി കഴിഞ്ഞ് 13 വർഷം കഴിഞ്ഞതാണ്. 5 വർഷം കഴിയുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾ പുതിയ മിഷൻ സ്ഥാപിക്കും. ഇവിടെ 13 വർഷം കഴിഞ്ഞു. മിഷൻ ഏത് നിമിഷവും ഇല്ലാതായി നിന്നു പോകുമെന്ന് HDSൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ രേഖ തന്നെ പറയുകയാണ്. അപ്പോൾ അത്തരം കാലഹരണപ്പെട്ട മിഷനിൽ നിന്നും ഒരു സ്കാൻ എടുത്താൽ അതിൻ്റെ റിസൾട്ടിന് എത്രത്തോളം സത്യസന്ധതയുണ്ടാവും? നേരത്തെ 32 കോടി രൂപ അനുവദിച്ചിരുന്നല്ലോ ഇവിടെ സ്കാനിങ്. നിങ്ങൾ തന്നെ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അത് 32 കോടി രൂപ അനുവദിച്ചിട്ട് സ്ഥാപിക്കാത്തത്? അതെ, 2021 ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പരാതിയും കൊടുത്തു. വിവരാവകാശവും ഇവിടെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തന്ന മറുപടി 32 കോടി രൂപയും ചെലവിൽ MRI CT യൂണിറ്റ് മെഡിക്കൽ കോളേജിൽ അടിയന്തരമായി സ്ഥാപിക്കും. 22 തന്ന് 23, 24 കഴിയുകയാണ്. അപ്പോൾ പോലും ഇവിടെ ഒരു
അഡീഷണൽ MRI മിഷൻ CT അൾട്രാ വരുന്നില്ല. അതേസമയം നമ്മുടെ തൊട്ട് സമീപത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ 2 or 3 സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ 10 or 12 സ്ഥാപനങ്ങളായി മാറി. അവർക്ക് അത്രയും പേഷ്യൻ്റ് വരികയാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ HDC ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ച ഈ സ്കാനിംഗ് മെഷീനുകൾ, ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം തന്നിരിക്കുന്നതിൽ കൃത്യമായി പറയുന്നു, മാസ്റ്റർ പ്ലാനിങ്ങിന്റെ ഭാഗമായി റേഡിയോളജി വിഭാഗത്തിനെ ശക്തിപ്പെടുത്തുന്നതിനും 32 കോടി രൂപ ചെലവിൽ CT സ്കാൻ, MRI മെഷീനുകൾ, അൾട്രാസൗണ്ട് സ്കാനർ എന്നിവ സ്ഥാപിക്കുന്നതിന് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് സർക്കാർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ 2022 ജനുവരി 19 വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് നൽകിയതാണ്. അതിൽ ഇത് സ്കാനർ എന്നിവ സ്ഥാപിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. മേൽ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കണം. പക്ഷേ എന്തുകൊണ്ട് അത് സ്ഥാപിക്കാത്തത്? ഇവിടുത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾ തഴച്ചു വളരണമെങ്കിൽ ഇവിടുത്തെ അധികാരികൾ അവരോടൊപ്പമാണ്, ഇവിടെ വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പമല്ല. ഇതിൽ മനുഷ്യാവകാശ കമ്മീഷനെ ഇടപെടാൻ കഴിയില്ലേ? ഒരു ഗർഭിണിക്ക് ഒരു ആശുപത്രിയിലെത്തി അടിയന്തരമായി ചെയ്യേണ്ട സ്കാനുകളാണ്. അത് ഓരോ ആഴ്ചയിലും കൃത്യമായി ചെയ്തു പോകേണ്ടതാണ്. കുഞ്ഞിന്റെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന്, ഗർഭിണിയായ സ്ത്രീയുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് തുടർ പരിശോധനകൾക്ക് സ്കാൻ ചെയ്ത് ഈ ഭ്രൂണത്തിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് കൃത്യമായ ഇടവേളകളിലാണ്. അത് 2 മാസം കൂടുമ്പോൾ, അതിനുശേഷം 32ാമത്തെ ആഴ്ച വരെ അത് ഘട്ടം ഘട്ടമായി ചെയ്യേണ്ടതാണ്. അവിടെ ഈ മെഡിക്കൽ കോളേജിലെ സൗകര്യം അനുസരിച്ച് കാത്തിരിക്കാൻ കഴിയുമോ? അപ്പോൾ സ്വാഭാവികമായും ആ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന 10-12 സ്കാനിംഗ് സെന്ററുകൾ ഉണ്ടല്ലോ, അവിടെ പോയി തലവെച്ച് കൊടുക്കേണ്ട ഗതികേടിലേക്ക് അവർ പോവുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കുകയല്ലേ അവരെ? റോഷിപാൽ, സുജയ, ഒരു സംശയവുമില്ല. കാരണം എന്താ വെച്ചാൽ നേരത്തെ വിവരാവകാശ നിയമപ്രകാരം ഈ പൊതുപ്രവർത്തകനായ ഈ ശ്രീകുമാറിന് നൽകിയ മറുപടി, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് 32 കോടി രൂപ HDC അനുവദിച്ചിട്ടുണ്ട് സ്കാനിംഗ് യന്ത്രങ്ങൾ സ്ഥാപിക്കുമെന്ന്. പക്ഷേ ഇപ്പോഴും സ്കാനിംഗ് യന്ത്രം സ്ഥാപിച്ചില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുൻ കൗൺസിലർ കൂടിയാണ് ശ്രീകുമാർ, വീണ്ടും മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ എത്തുന്ന രോഗികൾ എന്തോ ആകട്ടെ, ഇവിടെ എത്തുന്ന രോഗികൾ വലിയ ദുരിതത്തിലാണ്. ഗർഭിണികൾ അടക്കം ഈ സ്കാനിങ്ങിന് വേണ്ടി ആശ്രയിക്കേണ്ടത് തൊട്ടടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണെങ്കിൽ നിരവധി രോഗികളുണ്ട്. ഈ ഗർഭിണികൾ മാത്രമല്ല, അവിടെ അപകടത്തിലെത്തുന്നവർ അടക്കം സ്കാനിങ്, അവിടെയുള്ള ഒരു സ്കാനിങ് യന്ത്രമാണെങ്കിൽ 12 വർഷം പഴക്കമുണ്ട്. അവിടെ HDC യോഗത്തിൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഏത് സമയവും ആ യന്ത്രം കേടുവരും, പലപ്പോഴായി കേടുവരും. അപ്പോൾ വീണ്ടും ആ കേടുപാടുകൾ പരിഹരിച്ച് വീണ്ടും യന്ത്രം പ്രവർത്തിപ്പിക്കും. അങ്ങനെയുള്ള സ്കാനിങ് യന്ത്രത്തെ ആശ്രയിച്ചാണ് ഈ SIT ആശുപത്രി മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ HDC സ്ഥാപിക്കാൻ തീരുമാനിച്ച ഈ സ്കാനിങ് യന്ത്രങ്ങൾ സ്ഥാപിക്കാത്തത്? അതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം തിരുവനന്തപുരത്ത് ഈ ഇതൊരു വലിയ വിഷയമാണ്. ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം നിർബന്ധമായി നമ്മൾ തേടണം. റോഷിപാൽ, എന്തുകൊണ്ടാണ് ഒരു സംവിധാനത്തിൽ കൃത്യമായി തുക അനുവദിച്ചിട്ടും ആ സ്കാനിംഗ് മെഷീൻ അല്ലെങ്കിൽ ആ ഒരു സ്കാനിംഗ് യൂണിറ്റ് അവിടെ സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നത്? മെഡിക്കൽ കോളേജിൽ കാലഹരണപ്പെട്ട, കാലാവധി കഴിഞ്ഞ, സർവീസ് ചെയ്ത് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലാണ് സംവിധാനമെങ്കിൽ അതൊന്ന് മാറ്റേണ്ടതല്ലേ? ഞാൻ റോഷിപാലിലേക്ക് തിരികെ എത്താം. ഇക്കാര്യങ്ങളിൽ നമുക്കൊരു